6 days ഓഫ് ഓണം. ഇനി ഓണത്തിന് 6 ദിവസം കൂടി. നമുക്കിന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടത് ഏത്തക്കായ, പിന്നെ ജാഗ്രി, ശർക്കര, പിന്നെ ഈ സ്പൈസസ് ആണ് ഇതിനകത്ത് ഇടുന്നത്. ചുക്ക്, ജീരകം, ഏലക്ക, പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഏത്തക്കായ പീൽ ചെയ്തിട്ട് കണ്ടോ, ഇതേപോലെ പീൽ ചെയ്ത് എന്നിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പാനിലോ കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് നിറയെ ബബിൾസ് കാണാം അല്ലേ? നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴേ ബബിൾസ് ഒക്കെ നിൽക്കുന്നുണ്ട്, ഇതേപോലെ ഇരിക്കും. ഈ സമയത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ടൊന്ന് കൂൾ ചെയ്ത് എടുക്കുക. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ, കുറച്ച് വാട്ടറിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. അത് ഏലക്കയൊക്കെ എടുത്തിട്ട് പീൽ ചെയ്ത് മാറ്റി, പിന്നെ അതും ബാക്കിയുള്ള സ്പൈസസും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക തന്നെ പൊടിഞ്ഞു വരത്തില്ല. ഇങ്ങനെ ചെയ്താൽ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വരും. കണ്ടോ? ഇനി പാൻ ചൂടാക്കി മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ജാഗ്രി ഒഴിച്ച് അതിന് നൂൽപ്പരുവാകത്തില്ല. അതിന് മുമ്പ് വേണം നമ്മൾ ഈ വറുത്ത് വെച്ച കായിടാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ. ഇതിലിപ്പം സ്ട്രെയിൻ കൺസിസ്റ്റൻസി ആയിട്ടില്ല കേട്ടോ. അതിന് തൊട്ട് മുമ്പാണ് നമ്മളിത് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് കറക്റ്റ് സമയം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസും ചേർത്ത് 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ ഇട്ട്, ഈ റൈസ് ഫ്ലവർ ഇടുന്നത് ഇതൊന്ന് നന്നായിട്ട് വേഗത്തിൽ തിക്കൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് നിരത്തി വെച്ചിട്ട് കൂൾ ചെയ്ത് വന്ന ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് വെക്കാം. പ്ലാസ്റ്റിക്കിനേക്കാളും ഗ്ലാസ് ബോട്ടിലാണ് ഈ വറുത്ത സാധനങ്ങളും എല്ലാം ഇട്ട് വെക്കാൻ നല്ലത് കേട്ടോ. കണ്ടല്ലോ, നമ്മുടെ അടിപൊളി ശർക്കര വരട്ടി റെഡി. അതിന് ശേഷം ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ചാൽ ഓണമാകുമ്പോൾ നമുക്ക് ഓണസദ്യക്ക് വേണ്ടി ഇത് എടുക്കാം. കണ്ടുള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക.